അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 118. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വശംസി വദുഹാഹാ വൽ ഖമരി ഇദാ തലാഹാ. സ്വദഖല്ലാഹു മൗലാനൽ അദീം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നലെ നാം ചർച്ച ചെയ്തിട്ടുള്ളത് വശംസി വദുഹാഹ എന്ന ഭാഗത്ത് സൂര്യനെ പിടിച്ചും സൂര്യൻ്റെ പ്രകാശത്തെ പിടിച്ചും സത്യം ചെയ്യുന്ന വാചകത്തിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇന്നത്തെ ഭൗതിക ശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടും കൂടെ പറയുമ്പോഴാണ് സൂര്യനെ പിടിച്ച് സൂര്യൻ്റെ പ്രകാശത്തെ പിടിച്ച് സത്യം ചെയ്യാൻ മാത്രം വകുപ്പുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നതുപോലെ ഇന്ന് പറയുന്നത് വൽ ഖമരി ഇദാ തലാഹ, ചന്ദ്രനും സാക്ഷിയാണ്. ഇദാ തലാഹ, സൂര്യനെ തുടർന്ന് ചന്ദ്രൻ പ്രത്യക്ഷപ്പെടുമ്പോൾ ആ ചന്ദ്രനും സാക്ഷിയാണ്. ഇവിടെ ഭൂമിക്ക് പുറമെ മനുഷ്യൻ ചെന്നെത്തിയ ഒരേ ഒരു ലോകമാണ് ചന്ദ്രൻ എന്നാണ് നമ്മൾ വിശ്വസിച്ച് വരുന്നത്. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ഒരു ഗ്രഹമാണ് ചന്ദ്രൻ. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത അയൽക്കാരനാണ് എന്നുള്ള നിലക്ക്, ഭൂമിയുടെ അയൽക്കാരൻ എന്നുള്ള നിലക്ക് ഒരുപാട് ഗവേഷണങ്ങൾ ചന്ദ്രനെ ലക്ഷ്യമാക്കി നടന്നിട്ടുമുണ്ട്. ഭൂമിയിൽ നിന്നും ശരാശരി 3,84,403 കിലോമീറ്റർ ദൂരെയാണിത് സ്ഥിതി ചെയ്യുന്നത്. പ്രായം കൊണ്ട് ഏകദേശം നമ്മുടെ ഭൂമിയുടെ പ്രായമുണ്ട് ചന്ദ്രന് എന്നാണ് കണക്കാക്കുന്നത്. 27 ദിവസവും 7 മണിക്കൂർ 43 മിനിറ്റ്, ഇത്രയും സമയമാണ് ഒരു സ്വയം ഭ്രമണത്തിനെടുക്കുന്നത്. സെക്കൻഡിൽ അതിൻ്റെ സഞ്ചാര വേഗത, പലായന വേഗത 2.38 കിലോമീറ്ററാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് ഇതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. 1969 ജൂലൈ 20 അമേരിക്ക വിക്ഷേപിച്ച അപ്പോളോ 11 ഉപഗ്രഹം ഈഗിൾ പേടകത്തെ വഹിച്ച് ചന്ദ്രനിൽ ഇറങ്ങി. ഇതിൽ നിന്ന് നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൾഡ്രിനും ചന്ദ്രനിലിറങ്ങി എന്നാണ് പറയപ്പെടുന്നത്. ഈ സമയം അവരുടെ സഹയാത്രികനായിരുന്ന മൈക്കിൾ കോളിൻസ് മാതൃപേടകമായ കൊളംബിയയിൽ ചന്ദ്രനെ 30 തവണ തവാഫ് ചെയ്തു എന്നാണ്, വലം വെച്ചു എന്നാണ്. ഈ 3 പേർക്ക് പുറമെ പലരായിട്ട് ചന്ദ്രനിൽ എത്തിയിട്ടുണ്ട് എന്നാണ് ഭൗതിക ശാസ്ത്രം നമ്മളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പഠനങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത്ഭുതകരമായ ഒരു കാര്യം, ഇത് നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. ചന്ദ്രനിൽ ഭൂമിയിലുള്ളതുപോലെ അന്തരീക്ഷമില്ല. അതിനാൽ തന്നെ സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികൾ നിർവീര്യമാകാതെ അങ്ങനെ തന്നെ ചന്ദ്രനിൽ നേരിട്ട് പതിക്കും. അന്തരീക്ഷമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അത് ഭൂമിയെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയും. എന്നാൽ എന്താണ് അന്തരീക്ഷമില്ലാത്തത്? മറ്റൊന്നുമല്ല, ചന്ദ്രന് ഗുരുത്വാകർഷണ ബലം ഭൂമിയുടെ 1/6 ഉള്ളൂ. ഗുരുത്വാകർഷണ ബലമാണല്ലോ അന്തരീക്ഷത്തെ പിടിച്ചു നിർത്തുന്നത്. ഗുരുത്വാകർഷണ ഫലം വളരെ കുറവായതിനാൽ വാതകങ്ങളോ ജലകണികകളോ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ നിൽക്കില്ല, അതിവേഗം ബാഷ്പീകരിച്ചു പോവും. ഇതാണ് കാരണം. ചന്ദ്രനും അതുപോലെ ഭൂമിയും ഇതെല്ലാം പല കാര്യങ്ങളിലും വ്യത്യസ്ത സ്വഭാവങ്ങൾ പുലർത്തുന്നത് നമുക്ക് കാണാം. അതുകൊണ്ടാണല്ലോ അതിനെ ഇവിടെ സത്യം ചെയ്യാൻ തന്നെ കൊണ്ടുവന്നത്. ചന്ദ്രനിൽ പകൽ കൊടും ചൂടും രാത്രി കൊടും തണുപ്പുമാണ്. പകൽ ഏകദേശം 100 ഡിഗ്രി
സെൽഷ്യസിന് മുകളിലായിരിക്കും ചന്ദ്രനിലെ ചൂട്. എന്നാൽ രാത്രി കാലാവസ്ഥയിൽ നേരെ വിപരീതമാണ്. കടുത്ത തണുപ്പ് എന്ന് പറഞ്ഞാൽ -173 ആണ് തണുപ്പ്. -173. എന്തൊരു അത്ഭുതമാണ്. മാത്രവുമല്ല, വായു അന്തരീക്ഷവും ഒന്നും ഇല്ലാത്തതിനാൽ അവിടെ ശബ്ദതരംഗങ്ങൾ ചലിക്കില്ല. അതിനാൽ തന്നെ എത്ര ഉച്ചത്തിൽ വിളിച്ചു കൂവാൻ ശ്രമിച്ചാലും വിളിച്ചു കൂവിയാലും തൊട്ടരികിൽ നിൽക്കുന്ന ആള് പോലും അത് കേൾക്കില്ല. ഇതാണ് ചന്ദ്രനിലെ അവസ്ഥ. ശബ്ദമില്ല ചന്ദ്രനിൽ എന്നർത്ഥം. സ്വയം പ്രകാശിക്കുകയല്ല ചന്ദ്രൻ. നാം കാണുന്ന ചന്ദ്രന്റെ പ്രകാശം അത് സ്വയം പ്രകാശിക്കുകയല്ല, മറിച്ച് സൂര്യപ്രതിഫലനം, അതിൻ്റെ റിഫ്ലക്ഷനാണ് സത്യത്തിൽ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് വശംസി വളുഹാഹ, സൂര്യനും അതിൻ്റെ പ്രകാശവും സാക്ഷിയാണെന്ന് പറഞ്ഞപ്പം സൂര്യൻ്റെ പ്രകാശം സ്വന്തമായുള്ള പ്രകാശമാണ്. പക്ഷേ വൽ ഖമരി ഇദാ തലാഹ, അതിനെ തുടർന്ന് വരുന്ന ചന്ദ്രനും സാക്ഷിയാണെന്ന് പറഞ്ഞത് ചന്ദ്രൻ്റെ നിലാവെളിച്ചത്തെ പിടിച്ച് സത്യം ചെയ്യുമ്പം ആ നിലാവെളിച്ചത്തെ വൽ ഖമരി എന്ന് പറഞ്ഞതിൻ്റെ ശേഷം ഒരിക്കലും വനൂരിഹ എന്ന് പറഞ്ഞില്ല, വൽ ഖമരി വനൂരിഹി എന്ന് പറഞ്ഞില്ല. എന്താ കാരണം? അതിൻ്റെ പ്രകാശം സ്വന്തമായിട്ടുള്ളതല്ല, മറിച്ച് സൂര്യപ്രകാശം, ആ സൂര്യപ്രകാശം ഇതിലേക്ക് തട്ടുമ്പോൾ അതിൽ നിന്ന് വരുന്ന പ്രതിഫലനമാണ് യഥാർത്ഥത്തിൽ ഈ ചന്ദ്രനിലെ വെളിച്ചം. നാം കണ്ടുകൊണ്ടിരിക്കുന്ന നിലാവെളിച്ചത്തിൻ്റെ യാഥാർത്ഥ്യം അതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹക്കി റളിയല്ലാഹു അൻഹു, ഈ വാക്കിൽ തന്നെ അതുണ്ട്, വൽ ഖമരി ഇദാ തലാഹ. ഖമറാകുന്നത്, ഖമറിന് വെളിച്ചം വരുന്നത് സൂര്യനെ പിന്തുടരുമ്പോഴാണ് എന്നർത്ഥം. ഈ ആയത്ത് ഇദാ തലാഹ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹക്കി പറയുന്നത് കാണാം, അൽ ഖമറു യക്തബിസുന്നൂറ മിന ഷംസ്, ഇതിൻ്റെ പ്രകാശം സ്വീകരിക്കുന്നത് ഷംസിൽ നിന്നാണ്, സൂര്യനിൽ നിന്നാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് മഹാനവറുകൾ പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഉൾക്കൊള്ളേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ചരൽ, മണ്ണ് ഇവ കൂടിക്കലർന്ന പാളികളാണ്. അന്തരീക്ഷവും വായുവുമില്ല എന്ന കാരണം കൊണ്ട് തന്നെ അവിടെ കാറ്റുണ്ടാവൂല എന്ന് പിന്നെ പറയേണ്ടതില്ലല്ലോ. ആകയാൽ നീലാം സ്ട്രോങ്ങും മറ്റ് കൂട്ടുകാരനും അവിടെ ഇറങ്ങി നടന്ന കാൽപ്പാടുകൾ ഇന്നും അവിടെ അതേപടി കിടപ്പുണ്ടാകും. കാറ്റുണ്ടെങ്കിലല്ലേ ആ കുഴിഞ്ഞ ഭാഗങ്ങൾ വീണ്ടും തൂർന്നു പോവുകയുള്ളൂ. ഇല്ല, അതങ്ങനെ തന്നെ പാറയിൽ പതിഞ്ഞതുപോലെ അവിടെ കിടക്കുന്നുണ്ടാകും. അതാണതിൻ്റെ സത്യം. കാറ്റടിക്കാത്ത ലോകമാണ് ചന്ദ്രൻ. ചുരുക്കി പറഞ്ഞാൽ ഈ സംഗതികളൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് വൽ ഖമരി ഇദാ തലാഹ എന്ന് പറഞ്ഞതിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. സൂറത്ത് യാസീനിൽ പ്രത്യേകം അല്ലാഹു ശംസിനെയും ഖമറിനെയും പ്രത്യേകം പഠിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ദശംസു യംബഗീ ലഹാ അൻ തുദ്രിക്കൽ ഖമറ വലല്ലൈലു സാബിഖുൻ നഹാർ വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. ചന്ദ്രൻ ഒരിക്കലും, സൂര്യൻ ഒരിക്കലും ചന്ദ്രനെ പ്രാപിക്കുകയില്ല, ചന്ദ്രൻ സൂര്യനെയും പ്രാപിക്കുകയില്ല, ഒന്നൊന്നിൽ കടന്നാക്രമിക്കുകയില്ല. ഓരോന്നും അവയുടെ ഡ്യൂട്ടി, ഉത്തരവാദിത്വം അത് കൃത്യമായിട്ട് നിർവഹിക്കുമെന്നുള്ളതാണ്. വിശദമായ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. തൊട്ടടുത്ത് തന്നെ വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ അദകൽ ഉർജൂനിൽ ഖദീം എന്ന് പറഞ്ഞത് കാണാം. ഇതൊക്കെ അള്ളാഹു പലപ്പോഴും പിടിച്ച് സത്യം ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് ചെറിയ ഒരു ധാരണ നമുക്കുണ്ടായാൽ, എന്തൊക്കെയാണ് ഇതിൻ്റെ സ്വഭാവങ്ങൾ എന്നറിഞ്ഞാൽ, എന്തുകൊണ്ടാണ് പടച്ചോൻ ഇത് ഇത്ര വലിയൊരു സംഭവമാക്കാൻ കാരണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത വാക്കിലേക്ക് നമുക്ക് നാളെ പ്രവേശിക്കാവുന്നതാണ്. അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്ന അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.